പ്രതികരിക്കാൻ റിട്ടയർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ എക്സൈസ് കമ്മീഷണർ ചിറക്കര മധു കൂടെ ചേരുന്നുണ്ട്. സാർ നമസ്കാരം. സർ, ലഹരിക്കെതിരെ വലിയൊരു ക്യാമ്പയിൻ അല്ലെങ്കിൽ ഇതിന്റെ പരിശോധനയൊക്കെ വ്യാപകമായി നടക്കുന്നുണ്ടെങ്കിലും ഇതിലൊക്കെ യുവാക്കളെല്ലാം തുല്യരായിട്ട് തന്നെ ഇതിൽ പിടികൂടുകയാണ്. പക്ഷേ അനുദിനം ഇത്തരത്തിൽ കേസുകൾ വർദ്ധിക്കുന്നുണ്ടെങ്കിലും അതിനുള്ള പരിശോധനകൾ വ്യാപകമാണെങ്കിലും ഇപ്പോഴും ലഹരിയെ മാഫിയ പ്രധാനമായി ഉറ്റുനോക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കേരളം. ഇതിൽ ഏറ്റവും കൂടുതൽ യുവതികൾ തന്നെയാണ് പിടിയിലാകുന്നതും. എങ്ങനെ നമുക്കിതിനെ മാറ്റാം? മാത്രമല്ല, ജീവിതം ലഹരിയാക്കി മുന്നോട്ട് കുതിക്കുക എന്നൊരു സമൂഹത്തെ നമുക്കിനി എന്ന് കാണാൻ സാധിക്കും? ഇതിനകത്ത് നമ്മൾ പറയുമ്പോൾ ഇതിനെ കുറച്ചുകൂടി വ്യാപകമായിട്ട് നമ്മൾ ഇതിനെ ചർച്ച ചെയ്യേണ്ടത് കേരളം എന്തുകൊണ്ട് ഇത്തരത്തിൽ മയക്കുമരുന്നിന്റെ ഒരു ഹബ്ബായി മാറുന്നു എന്നതിനെ സംബന്ധിച്ച് നമ്മൾ കുറച്ചുകൂടി വിശദമായ ഒരു ചർച്ചയിലേക്ക് നമ്മൾ പോകേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു മയക്കുമരുന്ന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലഹരി വിപണനത്തിനെ തടയുന്നതിന് വ്യത്യസ്തമായ മാർഗങ്ങൾ, വിവിധ മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കാറുള്ളത്. കാരണം അന്വേഷണ ഏജൻസികളുടെ കാര്യക്ഷമമായ പരിശോധനകൾ, അത് കേസ് കിട്ടുന്നവർക്ക് കർശനമായ ശിക്ഷ ഉറപ്പാക്കൽ, ആ ശിക്ഷ ഉറപ്പാക്കുന്നവർക്ക് ജയിലിൽ ചെന്നാൽ അവർ ഒരിക്കലും മറക്കാത്ത രീതിയിലുള്ള ഒരു പീഡന അനുഭവം ജയിലിൽ നിന്ന് അവർക്ക് കിട്ടുന്ന സ്വഭാവം, അപ്പൊ പുറത്തിറങ്ങുന്ന സമയത്ത് ഇനി ഞാൻ ജയിലിൽ പോകാൻ തയ്യാറല്ല എന്ന് തീരുമാനിക്കൽ, ഇത്രയുമാണ് ഈ പ്രോസസ്സിനകത്ത് പെടുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്തയുമായിട്ട് നമ്മൾ ഇതിനെ കണക്ട് ചെയ്ത് നോക്കിയാൽ ജയിലിൽ പോകുന്നവരുടെ വേതന വർധനവിനെ സംബന്ധിച്ച് നമ്മുടെ ഗവൺമെന്റിന് എന്തൊരു ഉത്കണ്ഠയാണ് ഉള്ളത് നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് വരുന്ന പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് പോലും കേരളത്തോട് കൂടുതൽ പ്രണയം തോന്നിയാൽ അതിൽ അതിശയമുണ്ടോ? സർ, പക്ഷേ ഇതിന് നമുക്ക് പറയാം, പലപ്പോഴായി ഇപ്പം ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞതേ ഉള്ളൂ, വലിയ തരത്തിലുള്ള വ്യാപകമായ പരിശോധനകളൊക്കെ ഒരു ദിക്കിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഈ രഹസ്യ വിവരത്തെ തുടർന്ന് പരിശോധനകൾ നടക്കുമ്പോൾ ഇങ്ങനെ ആളുകൾ പിടിയിലാകുന്നുണ്ട്. അല്ലാതെ എത്രത്തോളം വ്യാപകമായൊരു ഒഴുക്ക് അല്ലെങ്കിൽ ബിസിനസ് തന്നെയാണ് ഇതിൽ നടക്കുന്നത്? ഏറ്റവും അവസാനം നമുക്ക് പോലീസിന്റെ ഇന്റലിജൻസിന്റെ വിഭാഗത്തിൽ നിന്നും വരുന്ന വിവരം എന്ന് പറയുന്നത്, നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകൾ എന്നത് മയക്കുമരുന്നുകൾ കടത്തുന്നതിനുള്ള ഇടനില താവളങ്ങളായി മാറുന്നു എന്നത് പോലീസിന്റെ ഇന്റലിജൻസ് വിങ് DGPക്ക് കൊടുത്ത റിപ്പോർട്ടിനകത്ത് തന്നെ ഉള്ളതാണ്. കേരളത്തിലെ 13 റെയിൽവേ സ്റ്റേഷനുകളെ സംബന്ധിച്ച് സ്പെസിഫിക് ആയിട്ടുള്ള റിപ്പോർട്ട് DGPക്ക് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഒരു പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഉത്തരേന്ത്യയിൽ നിന്നും കേരളത്തിൽ ജോലി തേടി വരുന്ന അതിഥി തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന ഒരു വളരെ വലിയൊരു നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിൽ ഒരു 10-1 എന്ന കണക്കിൽ പോലും നമുക്ക് പിടിയിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്ന് പറഞ്ഞാൽ വ്യാപകമായ ലഹരി ഒഴുക്ക് കേരളത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. യുവാക്കളും കൗമാരക്കാരൊക്കെ തന്നെയാണല്ലോ ഈ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ അവരുടെ ജീവിതത്തെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറേയധികം ആളുകൾക്ക് ഇതിലിടയിൽ പങ്കുണ്ടോ എന്ന് പലപ്പോഴായി സംശയങ്ങൾ ഉദിക്കുന്നുണ്ട്. കാരണം പണ്ട് കുറേ കാലങ്ങളായി പുറത്തേക്കുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് അല്ലെങ്കിൽ വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട് കുറേയധികം കണ്ണികൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കൃത്യമായ ഒരു നിരീക്ഷണം നടത്തി പരിശോധനകൾ നടത്തിയാൽ ഇതിലൊക്കെ ഒരു ചങ്ങല വീഴില്ലേ? കോവിഡിന് ശേഷം ഉണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത്, കോവിഡിന് ശേഷം വിനോദസഞ്ചാരം, ടൂറിസം എന്ന് പറയുന്നത് വളരെ വ്യാപകമായ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. കാരണം ഇനിയിപ്പം നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് പോയിട്ട് കാര്യമില്ല എന്നുള്ളൊരു ധാരണ കൂടുതലായിട്ട് ആളുകളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാപകമായ തോതിൽ വിനോദസഞ്ചാരം നടക്കുന്നുണ്ട്. പക്ഷെ വിനോദസഞ്ചാരത്തിന്റെ മറവിൽ മയക്കുമരുന്ന് കടത്തുക എന്നതാണ് നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യം. ഇപ്പൊ വിനോദസഞ്ചാരം നടത്തുന്നതിൽ കുഴപ്പമില്ല. ഇപ്പൊ ബാങ്കോക്കിലേക്കൊക്കെ പോയിട്ട് വരുന്ന ആളുകൾ വൻതോതിൽ കഞ്ചാവ്, അതും ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അത്തരത്തിൽ MDMA എന്ന് പറയുന്ന സാധനമാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ മയക്കുമരുന്ന് കമ്പോളത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന വസ്തു എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിപ്പോ ഇന്നത്തെ ഈ ടാർഗറ്റ് ഇന്ന് നമ്മൾ കാണുന്ന ഈ റെയ്ഡിനകത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് MDMA എന്ന് പറയുന്ന വസ്തു തന്നെയാണ്. അപ്പൊ മാരകമായ ഈ ലഹരി വസ്തു തന്നെയാണ് കേരളത്തിലെ യുവാക്കളിൽ പിടിമുറക്കുന്നത്. യുവാക്കളിൽ ഇത് പിടിമുറക്കിയാൽ ഒരു മാസത്തിനകം തന്നെ അവർ ഇതിനകത്ത് അടിമയായി മാറുന്നതാണ്. അടിമയായി മാറുന്ന മാത്രമല്ല 2 വർഷത്തിനകം തന്നെ ഇവർക്ക് വളരെ ഹാനികരമായ തോതിൽ അവരുടെ ആരോഗ്യം തകർത്ത് കളയുന്ന ഒരു വസ്തുവാണിത് എന്നുള്ളതും വാസ്തവമാണ്. കാര്യം കൂടെ, കഴിഞ്ഞ വർഷത്തെ കണക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ സിന്തറ്റിക് ഡ്രഗ് അഥവാ രാസലഹരിയുടെ ഉപയോഗം കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് ആ ഒരു രീതിയിലേക്ക് ആളുകൾ മാറി. പക്ഷേ നമുക്കറിയാം, ഈ കൗമാരക്കാർക്കിടയിൽ അല്ലെങ്കിൽ യുവാക്കൾക്കിടയിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. ഇവരുടെ ഇടയിലേക്ക് സാമ്പത്തികമായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകളും ചൂഷണങ്ങളും ഈ സമയത്ത് നടക്കുന്നുണ്ട്.
പക്ഷേ ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് എവിടെ നിന്നാണ് ഇത്രയധികം പണം ഒഴുകുന്നത് എന്നതിലൊരു പരിശോധന, അതിൽ തടയിട്ടാൽ തന്നെ ഒരു പരിധി വരെ ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കില്ലേ? ഇതിൽ പണം ഇല്ലാത്തവർക്ക് ലഹരിയുടെ മാർക്കറ്റിനകത്ത് യാതൊരു വിലയുമില്ല. പണം കയ്യിലുള്ളവർക്ക് മാത്രമേ ലഹരി മാർക്കറ്റിൽ റോളുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പണം ഇല്ലാത്തവർ പിന്നെ എന്താണ് ചെയ്യുന്നത്? അവർ ചെയ്യുന്നത് ഈ സാധനം കടത്തുന്നതിന് സഹായിക്കുക, ഇത് വിൽപ്പന ചെയ്യുന്നതിന് സഹായിക്കുക, ഓരോരുത്തരിലേക്ക് എത്തിക്കുന്നതിനുള്ള വിതരണക്കാരായി പ്രവർത്തിക്കുക. ഇതാണ് പണം ഇല്ലാത്തവർ ചെയ്യുന്നത്. അപ്പോൾ പണം കയ്യിലുള്ളവർക്ക് മാത്രമേ ഈ സിന്തറ്റിക് ഡ്രഗ് എന്ന് പറയുന്ന ഫീൽഡിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ സാധാരണക്കാരൻ ചെയ്യുന്നത് ഈ അവരുടെ സേവകന്മാരായി പ്രവർത്തിക്കുക, അത് മാത്രമേ പറ്റുകയുള്ളൂ. അല്ലാതെ ഇത് ഉപഭോക്താക്കളായി പ്രവർത്തിക്കണമെങ്കിൽ വൻതോതിൽ പണം കയ്യിലുള്ളവർക്കേ കഴിയുകയുള്ളൂ. അപ്പൊ ബാക്കിയുള്ള ആളുകൾ ചെയ്യുന്ന അവരുടെ സേവകർ എന്ന് പറഞ്ഞാൽ ഈ സാധനം ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് കടത്താൻ സഹായിക്കുക, അവിടെ വിതരണം ചെയ്യാൻ സഹായിക്കുക, വിൽപ്പനയ്ക്ക് സഹായിക്കുക, ഇതാണ് മറ്റുള്ളവർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഉപയോഗിക്കാനുള്ള ഈ മെറ്റീരിയൽ കിട്ടും. അത്തരത്തിലാണ് ഈ സംവിധാനം നിലനിൽക്കുന്നത്. മയക്കുമരുന്നിന്റെ കടത്തും ആ സംവിധാനം നിലനിൽക്കുന്ന അത്തരത്തിലാണ്. സർ, ഇപ്പം നമുക്കറിയാം വ്യാപകമായിട്ടുള്ള ശക്തമായ റെയ്ഡുകൾ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്, പരിശോധനകൾ നിരന്തരമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ എക്സൈസ് സംവിധാനം അല്ലെങ്കിൽ എക്സൈസ് വകുപ്പിൻ്റെ കുറച്ചുകൂടി അവർ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമുണ്ടോ? അല്ലെങ്കിൽ ആ വിങ്ങിന് ആളുകൾ കുറവാണോ? അങ്ങനത്തെ എന്തെങ്കിലും ഒരു പരാതി ഈ ഒരു രംഗത്തുണ്ടോ? എക്സൈസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എക്സൈസ് 1960 കാലഘട്ടത്തിൽ എത്രയായിരുന്നു എക്സൈസ്? അവരുടെ എണ്ണത്തിന്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ വർദ്ധിച്ചിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ എക്സൈസ്, കേരളത്തിലുള്ള എക്സൈസിന്റെ ഏറ്റവും താഴെ തൊട്ട് ഏറ്റവും മുകളിൽ വരെയുള്ളവരുടെ എണ്ണം 5000 താഴെ മാത്രമാണ്. എന്നാൽ കേരളത്തിൽ എക്സൈസ് സുഗമമായി പ്രവർത്തിക്കുന്ന 15,000 എങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ എക്സൈസ് സുഗമമായി പ്രവർത്തിച്ചു പോകാൻ കഴിയുള്ളൂ. അപ്പൊ അത് ഗവൺമെന്റിന് ബോധ്യമുള്ള കാര്യമാണ്. പക്ഷെ ഗവൺമെന്റിന് ബോധ്യമുള്ള കാര്യമായിട്ട് പോലും ആളുകളുടെ എണ്ണം കൂട്ടുന്നതിനെ സംബന്ധിച്ച് അവർ ആലോചിച്ചിട്ട് പോലുമില്ല എന്നാണ് വാസ്തവം. അപ്പൊ വെറും 5000 ആളുകളെ വെച്ചിട്ടാണ് ഈ കേരളം എന്ന് പറയുന്ന ഇത്രയും വിസ്താരമായുള്ള പ്രവർത്തനത്തിൽ എല്ലാ തരത്തിലുള്ള മയക്കുമരുന്നിനും മറ്റ് ലഹരി വസ്തുക്കൾക്കും എതിരായി പോരാടുന്നതിനുള്ള ഒരു സേന നിലനിൽക്കുന്നത്. അപ്പൊ അത് എത്രത്തോളം അപര്യാപ്തമാണെന്ന് നമുക്ക് സാമാന്യ ജനങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഈ ലഹരി വ്യാപനത്തോടൊപ്പം തന്നെ അബ്കാരി കേസുകളൊക്കെ വർദ്ധിച്ചു വരികയാണല്ലോ. കാര്യമായ ഒരു പൂട്ടിട്ടില്ലെങ്കിൽ ഇനിയുള്ള, കാരണം 2025 കണക്കുകൾ പറയുമ്പോൾ ഞെട്ടലാണ്, 2026 കണക്ക് പറയുമ്പോൾ ഇനി അതിലും ഞെട്ടലുണ്ടാക്കേണ്ട ഒരു സാഹചര്യമായിരിക്കുമല്ലേ ഉണ്ടാവുക? അതിനകത്ത് യാതൊരു കുഴപ്പവുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും അബ്കാരി കേസിലും മയക്കുമരുന്ന് കേസിന്റെയും എണ്ണം ഇരട്ടി എന്ന കണക്കിലാണ് വർദ്ധിച്ചു പോകുന്നത്. ഇത്തവണ ഉള്ളതിന്റെ ഇരട്ടി എന്ന കണക്കിലാണ് അടുത്ത വർഷത്തിലേക്ക് പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഒരിക്കലും ഇത് കുറയുന്നില്ല, അത് താഴോട്ട് പോകുന്നൊരു രംഗമില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എക്സൈസിനെ പോലെയുള്ള സേനയുടെ എണ്ണം വർദ്ധിപ്പിക്കുക, അവരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, വാഹനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, ഓഫീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, ഇതാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇത് ചെയ്യുന്നില്ല എന്നുള്ളത് ഏത് ഗവൺമെന്റ് മാറി തിരിഞ്ഞു വന്നിട്ടും ഇത് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അവർക്ക് ഇതിനകത്ത് ഇത് കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്നും താല്പര്യമുള്ള ഒരു സർക്കാരാണെങ്കിൽ അവരതിനകത്ത് എണ്ണം വർദ്ധിപ്പിക്കുകയും മറ്റ് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തേനെ. പക്ഷെ അതല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. 1960 എന്താണോ സ്റ്റാഫ് സ്ട്രെങ്ത്, അതിനകത്ത് നിന്ന് 10-15% മാത്രമാണ് എക്സൈസിലെ ജീവനക്കാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ കോട്ട്പ കേസുകളിലൊക്കെ ആയിട്ട് തന്നെ ഒരുപാട് പിഴ ഈടാക്കുന്നുണ്ടെങ്കിലും അതിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ശിക്ഷ അല്ലെങ്കിൽ പിഴയൊക്കെ ഇരട്ടിക്കണ്ടേ? കാരണം ഇതൊക്കെ അടച്ച് കുറച്ച് കാലാവധി കഴിയുമ്പോൾ അവർ തിരിച്ചു വന്ന് വീണ്ടും ഇത് തന്നെ ആവർത്തിക്കപ്പെടുകയല്ലേ? കോട്ട്പ കേസ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്. കാരണം ഒരു എക്സൈസുകാരന് ഒരു മയക്കുമരുന്നിന് തുല്യമായിട്ടുള്ള ഈ പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയാൽ 200 രൂപയാണ് പിഴ ഈടാക്കാൻ കഴിയുന്നത്. 200 രൂപ. ഇതറിയാവുന്ന കച്ചവടക്കാരൻ എക്സൈസുകാരൻ വരുമ്പോൾ അവരെ സ്വാഗതം ചെയ്ത് സാറേ താന്റെ പിഴ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് പൈസ എടുത്ത് കൊടുക്കുകയല്ലേ ചെയ്യാറുള്ളൂ. 200 രൂപ എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ വിനിമയം നടക്കുന്ന ഈ പുകയില ഉൽപ്പന്നങ്ങളിൽ 200 രൂപ പിഴ എന്ന് പറയുന്നത് തമാശയല്ലാതെ മറ്റെന്താണ്? അതൊക്കെ തന്നെയാണ് നമ്മുടെ നിയമവ്യവസ്ഥയിൽ തന്നെ ഒരു മാറ്റം വന്നാൽ ഇതിലേക്ക് ഒരു പരിധിവരെ ആളുകൾക്ക് ഒരു ഭയമെങ്കിലും ഉണ്ടാകും അല്ലേ? അതെ, ആളുകളുടെ ഭയത്തെ സംബന്ധിച്ചാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. അതായത് ജയിലിലാവുന്ന വ്യക്തികൾക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളെക്കാൾ കൂടുതൽ പണം കിട്ടുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ജയിലിലാവുകയല്ലേ എളുപ്പം. തീർച്ചയായും ഇപ്പൊ വേതനം കൂടെ കൂട്ടിയിട്ടുണ്ട്. അതെ, അതാണ് പറയുമ്പോൾ ജയിലിൽ പോയി വരുന്നവൻ ലക്ഷാധിപതിയായി വരുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മാത്രമല്ല, ഈ ന്യൂ ഇയർ കണക്കുകൾ അല്ലെങ്കിൽ ബിവറേജസ് കോർപ്പറേഷൻ വഴി പുറത്തു വരുന്ന മദ്യത്തിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട കണക്കുകൾ അത്രത്തോളം ക്ഷേമമായിട്ട് തന്നെയാണ് സർക്കാർ ഉയർത്തിപ്പിടിക്കുന്നത്. തീർച്ചയായും ഓരോ വർഷവും കഴിഞ്ഞ വർഷത്തിന്റെ ഒരു 20-30% കണക്ക് വർദ്ധിക്കുകയാണ്. അതെ, എന്തായാലും വളരെയധികം നന്ദി സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ്.
എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.